Hi, hello, namaskaram. Welcome back to our channel Pro Explore. അപ്പോൾ നമ്മുടെ ഇന്നത്തെ AP ട്രിപ്പിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. നമ്മൾ ലപാക്ഷിയിൽ പോയായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഗണ്ടിക്കോട്ടയിലോട്ടാണ്. ഗണ്ടിക്കോട്ട ആന്ധ്രാപ്രദേശിൽ തന്നെയാണ് കേട്ടോ. ആന്ധ്രാപ്രദേശിലെ കടപ്പ ഡിസ്ട്രിക്റ്റിലാണ് ഗണ്ടിക്കോട്ടയുള്ളത്. കടപ്പയുടെ ഇപ്പോഴത്തെ പേര് YSR എന്നാണ്. അപ്പോൾ ഏകദേശം ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 300 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഒരു കാര്യം പറയട്ടെ, എല്ലാവരും നമ്മുടെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്കിനി ഗണ്ടിക്കോട്ടയിലെത്തി അവിടുത്തെ വിശേഷങ്ങൾ കാണാം. നമ്മളിതാ ഗണ്ടിക്കോട്ടയിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 6 to 7 hours എടുത്തു നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. ഇൻ ബിറ്റ്വീൻ നമ്മൾ ലപാക്ഷിയിലൊക്കെ ഒന്ന് കയറിയല്ലോ. ലപാക്ഷി നമ്മുടെ ആക്ച്വൽ ടാർഗറ്റ് ആയിരുന്നില്ല, നമ്മുടെ മെയിൻ ടാർഗറ്റ് ഇത് തന്നെയായിരുന്നു, ഗണ്ടിക്കോട്ട. ഇതാണ് അതിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ. ഇത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് കേട്ടോ ഈ ഗണ്ടിക്കോട്ട ഇപ്പോൾ ഉള്ളത്. നമുക്ക് അകത്തേക്ക് കയറാം. ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ല, ഒരു റെസ്ട്രിക്ഷനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇത് ഇങ്ങനെ ഓപ്പണായിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഇതിൻ്റെ ഒരു ചരിത്രം ഞാൻ പറയാം. അതായത് 12ാം നൂറ്റാണ്ടിലാണ് കേട്ടോ ഇത് എസ്റ്റാബ്ലിഷ് ആയത്. കക്ക എന്ന് പറഞ്ഞ ഒരു രാജാക്കന്മാരാണ് ആക്ച്വലി ഇത് ആദ്യം പണിതത്. ആദ്യം പണിതപ്പോൾ ഇതൊരു ചെറിയൊരു ഫോർട്ടായിരുന്നു, ഒരു സാൻഡ് ഫോർട്ടായിരുന്നു. പിന്നീട് വന്ന നായക്കാസ് എന്ന് പറഞ്ഞ രാജവംശമാണിത് ആക്ച്വലി ഇത് ഇത്രയും വലിയൊരു കോട്ടയായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്, ഈ കല്ലുകൊണ്ട് പണിത കോട്ടയായിട്ട്. അവരുടെ ക്യാപിറ്റലായിരുന്നു ഏകദേശം ഈ ഗണ്ടിക്കോട്ട ഒരു 300 വർഷത്തോളം. പിന്നീട് വന്ന ഗോൾക്കൊണ്ട സുൽത്താനേറ്റ്, ഗോൾക്കൊണ്ട നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹൈദരാബാദിലൊരു ഗോൾക്കൊണ്ട ഫോർട്ടുണ്ട്. അപ്പോൾ ആ സുൽത്താനേറ്റ് പിന്നീട് ഇവിടെ ഇൻവേഷൻ നടത്തി അവരുടേതായ കുറച്ച് നിർമ്മിതികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഇതിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഇതൊരു പ്രൊട്ടക്റ്റഡ് സൈറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പണ്ട് കാലത്തെ നിർമ്മിതികളൊക്കെ നമുക്ക് കാണാം. 2-3 ടെമ്പിളുണ്ട്, ഒരു ജയിലുണ്ട്, പിന്നെ ഒരു ഗ്രാനറി ഉണ്ട്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. പിന്നെ ഈ മുസ്ലിം രാജവംശത്തിൻ്റെ ഒരു മസ്ജിദ് ഉണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് അകത്ത് കയറി കാണാം. ഉണ്ട്, ഇതിനകത്തോടെ നമുക്ക് പോകാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയ വില്ലേജാണ് കണ്ടോ. ഈ വില്ലേജസിന് പോകാനുള്ള വഴിയാണിത്. അപ്പോൾ ഇതിനകത്തോടെ വണ്ടി കയറ്റാം. വണ്ടി നമ്മൾ അകത്ത് വെച്ചിട്ട് നമുക്ക് ഉള്ളിൽ കയറാം. നമ്മൾ ജയിലിൻ്റെ മുമ്പിലെത്തി. നമുക്ക് ആദ്യം കിട്ടുന്ന ജയിലാണ് കേട്ടോ. ഇതാണ് ആ ജയിൽ. ഗണ്ടിക്കോട്ടയ്ക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കത് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് അതിൻ്റെ അകത്ത് കയറി നോക്കാം. പണ്ടത്തെ പ്രതാപമൊന്നും ഇല്ല കേട്ടോ, എല്ലാം നാശത്തിൻ്റെ വക്കിലാണ്. 12ാം നൂറ്റാണ്ടിൽ പണിതാണെന്ന് ആലോചിക്കണം. അതുകൊണ്ട് ഇതിൽ കൂടെ കയറുമ്പോൾ തന്നെ ഇതാണ് നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് ഇത് ഗോൾക്കൊണ്ട സുൽത്താനേറ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കി ആ പിക്ചർ കാണാൻ പറ്റും. അങ്ങനെ ഒരു മീനാരം. നമുക്കതിൻ്റെ ഉള്ളിലോട്ട് കയറാം. വളരെ ഇടുങ്ങിയ ഒരു വഴിയാണ് കേട്ടോ. അതുകൊണ്ട് ഒരു ഗോവണി അവിടെ വെച്ചിട്ടുണ്ട്, അതേ കൂടെ നമ്മൾ വലിഞ്ഞ് കയറണം. ഈ ക്യാമറയും കൈ പിടിച്ച് അതിനകത്തോട്ട് കയറുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ. ഒരു നാരങ്ങ തോട്ടമാണ്, ചെറുനാരങ്ങ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് നിങ്ങളൊരു വൈഡ് വ്യൂ കാണിക്കാമെന്ന് വിചാരിച്ചു പുറത്തിറങ്ങിയിട്ടുള്ള. ജയിലിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് കാണാനില്ല. അതാണ് പുറത്തുനിന്നുള്ളൊരു വൈഡ് വ്യൂ. നമുക്കതിൻ്റെ ഉള്ളിലേക്ക് നടക്കാം. ഇത് കഴിഞ്ഞിട്ട് ഗണ്ടിക്കോട്ടേൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ നമ്മൾ ജയിൽ കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് നടക്കണം. ഇങ്ങോട്ടേക്ക് പോകുന്ന വഴി കുറച്ച് പരിതാപകരമാണ് കേട്ടോ. ഇത്രയും ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലത്ത് ഇങ്ങോട്ടേക്ക് പോയ കുറച്ച് വണ്ടികളുടെ അടിയൊക്കെ തട്ടിയിട്ട് അവർ പ്രായിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തപ്പോൾ 2-3 വണ്ടികളുടെ ടയർ അവിടെ പഞ്ചറായിട്ട് കിടപ്പുണ്ട്.
അവരെങ്ങനെ അതൊക്കെ ശരിയാക്കി പോകുമെന്നോ. നമ്മൾ കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വൈഡായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുക. ആ ഒരു മുസ്ലിം മോസ്കിൻ്റെയും പിന്നെ അവിടെ ദൂരെ കാണുന്ന ഗ്രാനറിയാണ് കേട്ടോ, ഒരു സ്ക്വയർ ഷേപ്പിൽ. ദൂരെ കാണുന്ന ഒരു ടെമ്പിളാണ്. ടെമ്പിളിൻ്റെ പേര് മാധവരായ ടെമ്പിൾ എന്നാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മാധവരായ ടെമ്പിൾ ടച്ച് ചെയ്ത് പോവാം നമുക്ക്. ഇതാണ് അതിൻ്റെ ഒരു മുൻപിൽ നിന്നുള്ള വ്യൂ. ഇതിൻ്റെ ആ പുറത്തെ കവാടമാണ് കാണുന്നത്. വളരെ വലിയ ഹ്യൂജാണ് കേട്ടോ അത്. നമ്മൾ നടന്ന് ദൂരെ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു കവാടം കാണാൻ പറ്റും. കണ്ടോ എത്ര വലുതാണ് നോക്ക്. നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ കാണാൻ ഇതിൻ്റെ ഈ കവാടം. അതിൻ്റെ ആ ഒരു കളറിങ് കണ്ടോ, ഒരു പ്രത്യേക ഒരു യെല്ലോയിഷ് അല്ലെങ്കിൽ ഒരു ചെറിയ റെഡിഷ് ആയിട്ടുള്ളൊരു മാധവരായ സ്വാമി ടെമ്പിളായിരുന്നു ഇത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഉള്ളിൽ ഗേറ്റ് ഉണ്ട്, പക്ഷെ അത് ഓപ്പണാണ്, നമുക്ക് കയറാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലുള്ളൊരു വൈഡ് വ്യൂ. ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഈ ഗേറ്റ് അങ്ങ് കടക്കുമ്പോൾ തന്നെ ഒരു നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു വൈഡ് വ്യൂ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. ആ സെൻറ്ററിൽ കാണുന്നതാണ് കേട്ടോ മെയിൻ ടെമ്പിൾ. ഇതിലാണ് നമ്മളിപ്പോൾ കയറി വന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ ആ ഒരു ഗേറ്റ് കവാടം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തോടെ കുറച്ച് നടക്കാം, നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ആ സെൻറ്റർ അതിലോട്ട് പോകും, മെയിൻ ടെമ്പിളിനകത്തോട്ട്. അവിടെ കുറച്ച് ആൾക്കാരിപ്പോൾ ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ന്യൂലി മാരീഡ് കപ്പിൾസ് ആണെന്ന് തോന്നുന്നു. ആകെ വളരെ ഏകാന്തതയാണ് കേട്ടോ ഇവിടെ. നമ്മൾ വന്ന ഡേറ്റിൻ്റെ ആണോന്ന് അറിയില്ല. നമ്മൾ വീക്ക് ഡേയിലാണ് വന്നത്, ഒക്ടോബർ അവസാനം. അതുകൊണ്ട് ആരുമില്ല ഇവിടെ. അതുകൊണ്ട് നമുക്ക് വളരെ ഫ്രീ ആയിട്ട് വീഡിയോസോ ഫോട്ടോസോ ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നത് വീക്ക് ഡേയിൽ വരാൻ വേണ്ടിയിട്ടാണ്. കാരണം ചിലപ്പോൾ വീക്കെൻഡ്സിൽ നല്ല തിരക്കായിരിക്കും. വീക്ക് ഡേയിൽ വന്നാൽ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഇതൊക്കെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഒരു 2-3 ഏക്കർ ഇതിങ്ങനെ പടർന്ന് കിടപ്പുണ്ട് കേട്ടോ ഈ ടെമ്പിളിൻ്റെ മൊത്തം ഭാഗങ്ങൾ. ആണ് നമ്മൾ ലേപാക്ഷിയിൽ കണ്ട പോലെ തന്നെയുള്ള നിർമ്മിതികളാണ്. എനിക്ക് തോന്നുന്നു വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് ഇവിടുത്തെ നിർമ്മിതികളിൽ. എല്ലാം ഈ ഹിന്ദുമത പുരാണങ്ങൾ ഇതിഹാസങ്ങളാണ് കേട്ടോ ഇതിൽ കൊത്തിവെച്ചിരിക്കുന്നത്. ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് ഇതിൻ്റെ മെയിൻ ടെമ്പിൾ എന്ന് പറയുന്നത്. നമ്മളിതിൻ്റെ ഒരു സൈഡിൽ കൂടെ കയറി. കാരണം അതിൻ്റെ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ മെയിൻ എൻട്രൻസിൽ തന്നെ 2-3 പേര് ആൾക്കാരുണ്ട് അവിടെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മൾ സൈഡിൽ കൂടെ കയറി അകത്തേക്ക് കയറി നോക്കാം. ഇതിൻ്റെ ഉള്ളിലാണ് പ്രതിഷ്ഠ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒന്നുമില്ല അതിനകത്ത്. ഇതിനകത്തേക്ക് മൊത്തം 3 എൻട്രൻസ് ഉണ്ട്. നമ്മളിപ്പോൾ കയറി വന്നത് ഒരെണ്ണം കണ്ടോ, ഇവിടെ ഒരെണ്ണം, പിന്നെ ഈ സൈഡിൽ ഒരെണ്ണം കണ്ടോ. അകത്ത് കയറിയിട്ട് നമ്മൾ മുകളിലേക്ക് നോക്കിയാൽ സീലിംഗ് ഇങ്ങനെയാണ് കേട്ടോ. എന്താ അതിൻ്റെ ഒരു സിമെട്രി. നമ്മുടെ ഫോട്ടോഷൂട്ടുകാർ ഇപ്പോഴും അവിടെ ഉണ്ട്. അവരെ ഒഴിവാക്കിക്കൊണ്ട് ഞാൻ ഈ മെയിൻ എൻട്രൻസിൽ നിന്ന് കയറുന്നത് നിങ്ങളെ കാണിക്കുകയാണ്. കംപ്ലീറ്റ് അകത്ത് കയറി നോക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇതിനകത്ത് പ്രതിഷ്ഠ ഒന്നുമില്ല കേട്ടോ. മാധവരായ ടെമ്പിൾ നമ്മൾ കവർ ചെയ്തു കംപ്ലീറ്റ്. അതിനുശേഷം ഇവിടെ ഇതിനകത്തുള്ള മസ്ജിദിനകത്തേക്ക്. ഇതിനകത്ത് കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, കൺസ്ട്രക്ഷൻ വർക്ക്. അത് കയറുമ്പോൾ തന്നെയുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. അവിടെ ദൂരെ കാണുന്നതാണ് ഒരു മീനാരം. ഹൈദരാബാദിലെ ചാർമിനാർ പോലെയൊക്കെ തോന്നുന്നുണ്ട് ഏകദേശം, ഏറെക്കുറെ.
ഇതും എനിക്ക് തോന്നുന്നു ഒരു 2-3 ഏക്കറിനകത്ത് ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ്. ചുറ്റും ഒരു മതിൽ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ ആ കാണുന്നത് ഒരു ചുറ്റുമതിൽ പോലെ. വളരെ ഏകാന്തമായ ശാന്തമായ ഒരു സ്ഥലം കേട്ടോ. ഒന്നാമത് ആരുമില്ല ഇവിടെ. അവിടെ കുറച്ച് പേര് ഫോട്ടോഷൂട്ടിന് വേണ്ടി വന്നിരിക്കുന്നുണ്ട്. മോസ്കിൻ്റെ അകത്തേക്ക് കയറാം നമുക്ക്. കയറുമ്പോൾ തന്നെ കണ്ടോ ആ വ്യൂ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു വ്യൂ കാണാൻ. കണ്ടോ ഇവിടെ ഒരു ചെറിയ ടാങ്ക് പോലെയുണ്ട്. എനിക്ക് തോന്നുന്നു ഇവർ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഒരു വാട്ടർ ടാങ്ക് ആയിരിക്കും അത്. കണ്ടോ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. നിങ്ങൾ അതിൻ്റെ മുകളിലേക്ക് നോക്കി ആ ഒരു ജിയോമെട്രിക്കൽ ഒരു ഡിസൈൻ എന്തൊരു ഭംഗിയാണെന്നറിയാമോ നേരിട്ട് കാണാൻ. ഏറ്റവും ഉള്ളിലേക്ക് കയറി നോക്കാം നമുക്ക്. ഇവിടേക്ക് ഇപ്പോൾ പ്രാർത്ഥന ഉണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ. പുറത്തേക്കുള്ള വ്യൂ നമുക്ക് നോക്കാം. ഇവിടുന്ന് കണ്ടോ ഇതാണ് ഇതിൻ്റെ പുറത്തേക്കുള്ള വ്യൂ. ആ കാണുന്നതാണ് നമ്മൾ വന്ന ഗേറ്റ്. ഇതാണ് ഈ പുറത്തിറങ്ങിയുള്ള ഒരു വൈഡ് വ്യൂ. ഈ ഗണ്ടിക്കോട്ട വില്ലേജ് ഉള്ളത് പെന്നാർ റിവറിൻ്റെ തീരത്താണ്. പെന്നാർ റിവറിലാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഗ്രേറ്റ് ഇന്ത്യൻ ക്യാനിയൻ ഉള്ളത്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ വന്നത്. അപ്പോൾ നമുക്ക് ഈ ഗണ്ടിക്കോട്ടയുടെ ഈ ഇതൊക്കെ കാണാനും പറ്റി. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇതാണ് ഇവിടുത്തെ ഗ്രാനറി. ഈ കോട്ടയുടെ സ്റ്റോർ ഹൗസ് ആയിരുന്നു. അത് പൂട്ടിക്കിടക്കാണിപ്പോൾ. ഈ ഗണ്ടിക്കോട്ടയിൽ കയറിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്. നമുക്കെല്ലാം ഞാനിപ്പോൾ കാണിച്ചിരുന്ന എല്ലാ സ്ഥലങ്ങളും അടുത്തടുത്തുള്ളതാണ്. നടന്നു പോയിട്ട് കാണാവുന്ന ദൂരത്താണെല്ലാം. പിന്നെ ഇതിനപ്പുറത്താണ് നമ്മുടെ പെന്നാർ റിവർ ഉള്ളത്. അവിടെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള സ്ഥലമുള്ളത്. ഗ്രേറ്റ് ഇന്ത്യൻ ക്യാനിയൻ ഉള്ളത്, അല്ലെങ്കിൽ പെന്നാർ ഗോർഗി ഉള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഞാൻ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം നിങ്ങളെ. ഒരു കാഴ്ച കണ്ടേ, ഇത് കണ്ടോ നിങ്ങൾ? ഇതിലെ ആളുകൾ ടൂർ വന്ന വണ്ടിയാണിത്. ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? അപ്പോൾ ഇനി നേരെ ഫോട്ടോസിലേക്ക്.